ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ചിനെ കുറിച്ചാണ്. റിസർച്ചിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. റിസർച്ച് ഈസ് എ കോമൺ പാർലൻസ് സെർച്ച് ഫോർ നോളജ്. റിസർച്ച് എന്നാൽ എന്താണെന്ന് വെച്ചാൽ സെർച്ച് ഫോർ നോളജ് എന്നുള്ള അർത്ഥമാണ്. റിസർച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ എന്നും പറയുന്നുണ്ട്. റിസർച്ച് എന്ന് പറയുന്ന ഒരു കെയർഫുൾ ഇൻവെസ്റ്റിഗേഷനാണ് ഓർ ഇൻക്വയറിയാണ്, സ്പെഷ്യലി ത്രൂ സെർച്ച് ഫോർ ന്യൂ ഫാക്ട് ഇൻ എനി ബ്രാഞ്ച് ഓഫ് നോളജ്. Research is a systematized effort to gain new knowledge. Research is movement from unknown to the known. Research is actually a voyage of discovery. Inquisitiveness is the mother of all knowledge. The method which man employs for obtaining the knowledge can be termed as research. According to Clifford Woody, research comprises of defining and redefining problems, formulating hypotheses, collecting, organizing and evaluating data, making deductions and conclusions, and at last carefully testing the conclusion to whether they fit the formulated hypothesis. Dr. Schlesinger and M. Stephenson define research as the manipulation of things, concept for the purpose of generalizing to extend, correct or verify knowledge, whether that knowledge aids in construction of theory or in the practice of an art. The systematic approach concerning generalization and formulation of a theory is also a research. Studies with an objective to gain familiarity with a phenomenon or to achieve new insight into the termed as explorative or formulative research. എക്സ്പ്ലോറേറ്ററി അല്ലെങ്കിൽ ഫോർമുലേറ്റീവ് റിസർച്ച് എന്നറിയപ്പെടുന്നത് ദി സ്റ്റഡി വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ടു ഗെയിൻ ഫെമിലിയാരിറ്റി വിത്ത് എ ഫിനോമിനൻ ഓർ ടു അച്ചീവ് എ ന്യൂസ് ഇൻസൈറ്റ് ഇൻ ടു ഇറ്റ്സ് ടേംഡ് ആസ് എക്സ്പ്ലോറേറ്ററി ഓർ ഫോർമുലേറ്റീവ് റിസർച്ച്. സ്റ്റഡീസ് വിത്ത് ഒബ്ജക്റ്റീവ് ടു പോർട്രേ ആക്യുറേറ്റ്ലി ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ സിറ്റുവേഷൻ ഓർ എ ഗ്രൂപ്പ് ഈസ് കോൾഡ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. Studies with the objective to determine the frequency with which something occurs or with which it is associated with something else is called diagnostic research. Diagnostic research എന്ന് വെച്ചാൽ study with the objective to determine frequency with which something occurs or with which it is associated with something else is called diagnostic research. Descriptive research includes surveys and fact-finding inquiries of different kinds. The major purpose of descriptive research is description of a state of affairs as it exists at present. In social science and business research, we quite often use the term ex post facto research for descriptive research. Ex post facto research എന്നും പറയുന്നുണ്ട് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിനെ, ആഫ്റ്റർ ദി ഫാക്ട് റിസർച്ച്. ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ് ഈസ് ദാറ്റ് ദ റിസർച്ചർ ഹാസ് നോ കൺട്രോൾ ഓവർ ദ വേരിയബിൾസ്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റിസർച്ചർ ഹാസ് നോ കൺട്രോൾ ഓവർ ദി വേരിയബിൾ. വേരിയബിളിന് മുകളിൽ യാതൊരുവിധ കൺട്രോളും ഉണ്ടായിരിക്കുന്നതല്ല. ഇൻ അനലിറ്റിക്കൽ റിസർച്ച് ദ റിസർച്ചർ ഹാസ് ടു യൂസ് ഫാക്ട്സ് ആൻഡ് ഇൻഫോർമേഷൻ already available and analyze these to make critical evaluation of that material. Analytical റിസർച്ചിൽ ഓൾറെഡി ഇൻഫോർമേഷൻസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും, അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. അപ്ലൈ റിസർച്ച് ഓർ ആക്ഷൻ റിസർച്ച് എയിംസ് അറ്റ് ഫൈൻഡിങ് എ സൊല്യൂഷൻ ഫോർ ആൻ ഇമ്മീഡിയറ്റ് പ്രോബ്ലം ഫേസിങ് എ സൊസൈറ്റി ഓർ ആൻ ഇൻഡസ്ട്രിയൽ ഓർ ബിസിനസ് ഓർഗനൈസേഷൻ. അപ്ലൈഡ് റിസർച്ച് അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ച് ലക്ഷ്യം വെക്കുന്നത് ഫൈൻഡിങ് സൊല്യൂഷൻ ഫോർ ആൻ ഇമ്മീഡിയറ്റ് പ്രോബ്ലം, ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ. ഫണ്ടമെൻ്റൽ റിസർച്ച് മെയിൻലി കൺസേൺഡ് വിത്ത് ജനറലൈസേഷൻസ് ആൻഡ് വിത്ത് ദ ഫോർമുലേഷൻ ഓഫ് എ തിയറി. ഫണ്ടമെൻ്റൽ റിസർച്ച് മീൻസ് ജനറലൈസേഷൻസ് ആൻഡ് വിത്ത് ദ ഫോർമുലേഷൻ ഓഫ് എ തിയറി. Fundamental research is also known as basic or pure research. Gathering knowledge for knowledge's sake is termed as fundamental research. Knowledge for knowledge's sake is called as fundamental research. Okay. Research concerning some natural phenomenon or relating to pure mathematics are known as fundamental
research. Research studies concerning human behavior carried out with a view to make generalization about human behavior is also fundamental research. Research aimed at certain conclusions, say solution, facing concrete social business problem is an example of applied research. The central aim of applied research is to discover a solution for some pressing practical problem. The central aim of applied research is to discover a solution for some pressing practical problem. Okay. Quantitative research is based on measurement of quantity or amount. Quantitative research is applicable to phenomena that can be expressed in terms of quantity. Qualitative research is concerned with the qualitative phenomena relating to involving quality or kind. Motivational research is an important type of qualitative research. Motivation research aims at discovering the underlying motives, desires using the in-depth interview for the purpose. Attitude or opinion research is designed to find out how people feel or what they think about a particular subject or institution. Is also qualitative or conceptual research. Conceptual research is related to some abstract ideas. Abstract means ideas or theory. Conceptual research are based on abstract ideas or theory. Conceptual research is generally used by philosophers and thinkers to develop new concept or to interpret existing concept. Empirical research relies on experience or observation alone, often without due regard for some systems and theory. Empirical research is data-based research, coming up with a conclusion which are capable of being verified by observation or experiment. Empirical research എന്ന് പറഞ്ഞാൽ ഡാറ്റാ ബേസ്ഡ് റിസർച്ച് ആണ്. അതിൻ്റെ capable ആണ്, അത് വെരിഫൈ ചെയ്യാൻ പറ്റും ഒബ്സർവേഷനിലൂടെയോ എക്സ്പെരിമെൻറ്റ് പരീക്ഷണത്തിലൂടെയോ. Empirical research is thus characterized by experiments control over the variables. Empirical research എപ്പോഴും എന്തായിരിക്കും? Control over the variables under the study and his deliberate manipulation of one of them to study its effect. Empirical research is appropriate when proof is sought that certain variables affect the other variable. എംപിരിക്കൽ റിസർച്ച് എപ്പോൾ വേണ്ടി വരിക വെച്ചാൽ ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെപ്പോഴും പ്രൂഫിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫ്രം ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് ടൈം വി ക്യാൻ തിങ്ക് ഓഫ് റിസർച്ച് either വൺ ടൈം റിസർച്ച് ഓർ ലോങ്ങിറ്റ്യൂഡിനൽ റിസർച്ച്. ടൈമിൻ്റെ ബേസിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒരു റിസർച്ചിനെ വൺ ടൈം റിസർച്ച് അല്ലെങ്കിൽ ലോങ്ങിറ്റ്യൂഡിനൽ റിസർച്ച് അല്ലെങ്കിൽ ക്രോസ് സെക്ഷണൽ റിസർച്ച് അല്ലെങ്കിൽ ലോങ്ങിറ്റ്യൂഡിനൽ റിസർച്ച്. വൺ ടൈം ഓർ ക്രോസ് സെക്ഷണൽ റിസർച്ച് എന്ന് വെച്ചാൽ റിസർച്ച് ഈസ് കണ്ടക്റ്റഡ് വൺ ടൈം അറ്റ് എ പീരീഡ്. ഒരു പീരീഡിൽ ഒരു സമയത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ചെയ്യുള്ളൂ. ലോങ്ങിറ്റ്യൂഡിനൽ റിസർച്ച് മീൻസ് റിസർച്ച് കണ്ടക്റ്റഡ് ത്രൂ സെവറൽ ടൈം പീരീഡ്സ്. റിസർച്ച് ക്യാൻ ബി ഫീൽഡ് സെറ്റിംഗ് റിസർച്ച്. ഫീൽഡ് സെറ്റിംഗ് ആയിരിക്കും, ഒരു ഫീൽഡിൽ പോയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കാം. ഓർ ലബോറട്ടറി റിസർച്ച്, ലബോറട്ടറിയിൽ ചെയ്യുന്നതായിരിക്കാം. ഓർ സിമുലേഷൻ, മേക്കിംഗ് ആൻ ആർട്ടിഫിഷ്യൽ സിറ്റുവേഷൻ റിയൽ സിറ്റുവേഷൻ സിമിലർ ടു റിയൽ സിറ്റുവേഷൻ, സിമുലേഷൻ ആയിരിക്കാം. ഡിപ്പെൻഡിങ് അപ്പോൺ ദി എൻവയോൺമെൻറ്റ് വിച്ച് ഇറ്റ്സ് ടു ബി ക്യാരിഡ് ഔട്ട്. The objective of exploratory research is the development of hypotheses rather than their testing, whereas formalized research studies are those with substantial structure with a specific hypothesis should be tested. എക്സ്പ്ലോറേറ്ററി സ്റ്റഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഹൈപ്പോത്തസിസ് വെക്കുന്നുണ്ട്. ടെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് ഹൈപ്പോത്തിസിസ് ആണ് ചെയ്യുന്നത്. വെറാസ് ഫോർമലൈസ്ഡ് റിസർച്ച് സ്റ്റഡീസ് ആർ ദോസ് വിത്ത് സബ്സ്റ്റൻഷ്യൽ സ്ട്രക്ചർ ആൻഡ് with specific hypothesis to be tested. Historical research is that which utilizes historical sources like documents, remains, etc. to study the events or ideas of the past, including the philosophy of the person and groups at any remote point of time. These are the first part of the research. In this research we are discussed about the meaning of research, definition of the research, types of research, exploratory, descriptive, ex post facto, diagnostic, other kinds of research, and we have also discussed about the fundamental research and
some kind of in-depth interview, qualitative and quantitative research, and field setting or laboratory research, longitudinal or cross-sectional research, historical research, etc. Thank you.